ഭഗവാന്റെ ഇരിപ്പിടം പോലും പൊളിച്ചു കൊണ്ടുപോയി. ഭഗവാന്റെ പുണ്യ ശ്രീകോവിലിലെ സകലതും ഈ കമ്മിക്കൂട്ടങ്ങൾ അടിച്ചു മാറ്റി. ഭഗവാനെ സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കില്ല. ഈ സ്വർണമൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാത്ത കൊള്ള. ഇവർ കൊള്ളക്കാരാണെന്ന് നമുക്കറിയാം. എവിടെ പണം കിട്ടിയാലും അവർ കൊള്ളയടിക്കും. എവിടെ പൊതുമുതലുണ്ടോ അത് സ്വന്തമാക്കുക എന്നത് ഇവരുടെ രീതിയാണ്. എന്നാൽ ഭഗവാൻ ശ്രീകോവിലിൽ കയറി മോഷണം നടത്തുമെന്ന് ആരെങ്കിലും കരുതിയോ? പക്ഷെ അവർ ചെയ്തത് ഇതാണ്. സ്വസ്ഥമായിരിക്കുന്ന ഭഗവാന്റെ ചുറ്റിനുമുള്ളതെല്ലാം അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഭഗവാന്റെ തിരുരൂപത്തിൽ നിന്നും അവർ എന്തെങ്കിലും അടിച്ചു മാറ്റിയോ എന്ന് ആരെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ദ്വാരപാലകരെ എടുത്തുകൊണ്ടുപോയി അവിടെ ചെമ്പാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ കഴിയുമെങ്കിൽ ഭഗവാന്റെ തിരുരൂപത്തിൽ നിന്നും അവർ മോഷണം നടത്തിയിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇതിനൊക്കെ കൃത്യമായ മറുപടി കിട്ടേണ്ട സമയത്ത് കിട്ടും. അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കൂ. പമ്പയിൽ സ്കോർ ചെയ്തു എന്ന് കരുതിയിരിക്കുമ്പോൾ പമ്പയിൽ നിന്ന് തന്നെ, സന്നിധാനത്തു നിന്ന് തന്നെ ഇങ്ങനെയൊരു പണി നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ? അതും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ. എന്ത് തട്ടിപ്പ് നടന്നാലും, എന്ത് കൊള്ള നടന്നാലും, എന്ത് ഭീകരവാദം നടന്നാലും അതിനെയൊക്കെ ന്യായീകരിച്ച് തിരിച്ചടിക്കാൻ ശേഷിയുള്ള സംവിധാനം ഒരുക്കിയാണ് CPM കൊള്ളക്കിറങ്ങിയത്. എന്നാൽ അവരുടെ കൺമുമ്പിൽ വെച്ച് ഭഗവാന് ഇടപെടലുണ്ടാവുകയും സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കേരള ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയും ചെയ്തു.